രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാത്രോം കി ഗൂഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അദ്ദേഹം പ്രയാഗ്രാജിൽ യു.പിയിൽ നടത്തുകയുണ്ടായി. അത് തൊഴിലില്ലായ്മയും അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ വിലയിടിവിനെയും കുറിച്ച് ഉള്ള ഒരു പ്രോഗ്രാമാണ് നടത്തിയത്. ആ പ്രോഗ്രാമിനെ കുറിച്ച് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ജെൻസിയെ ലക്ഷ്യമിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിനെ കുറിച്ച് ഇവരുടെ വലിയ നേതാവായിട്ടുള്ള ശശി തരൂർ, തിരുവനന്തപുരം എം.പിയുമായിട്ടുള്ള അദ്ദേഹം തന്നെ പറയുന്നത്, ഈ ക്യാമ്പയിൻ വേണ്ടത്ര വിജയിച്ചില്ല, യുവാക്കളുടെ ആവശ്യങ്ങൾ അറിയുന്നതിന് കോൺഗ്രസ്സിന് വീഴ്ച പറ്റി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം അത് പറയുന്നത് UN-മായി ബന്ധപ്പെട്ടിട്ടുള്ള മുംബൈയിൽ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. രാഹുലിനെ വീഴ്ത്താൻ തരൂർ മോദിക്കൊപ്പമോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കൊക്കെ എവിടെയാണ് പിഴവ് പറ്റുന്നത് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകൾ ഒരു ആത്മാർത്ഥത ഇല്ലാത്തതാണ് എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകളൊക്കെ തന്നെ ആത്മാർത്ഥതയുള്ളതാണ്. പക്ഷേ CJP പോലെ ഒരു വലിയ മൂവ്മെൻറ്റായി പലപ്പോഴും ഇതിനെയൊക്കെ വളർത്താൻ അദ്ദേഹത്തിന് കഴിയാത്തതെന്ത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഒന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലീക്കേജ് ഉണ്ടാവുകയും നിരവധി കുട്ടികൾ മരണപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യം ഇതിനെതിരെ പ്രക്ഷോഭമായിട്ടൊക്കെ വരുന്നത് CJP അല്ല, അത് ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. കാരണം അത് പ്രക്ഷോഭമായി വരുന്നത് യഥാർത്ഥത്തിൽ രാജസ്ഥാനിൽ കോട്ടയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആ പ്രക്ഷോഭങ്ങൾ കൃത്യമായിട്ട് ആളുകൾ ഏറ്റെടുക്കാത്തത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ ദൗർബല്യവുമാണ്. രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല, സംഘടനയെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ കഴിയൂ എന്നുള്ളത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് പ്രവർത്തക സമിതി അംഗങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ തരൂരിന് അടക്കമുള്ള ആളുകൾ പോലും ഇതിനോട് വളരെ വോൾ ഹാർട്ടഡ്ലി അവരാരും തന്നെ സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അവർ പോലും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഇപ്പോൾ RSSൻ്റെ സംഘവൽക്കരണത്തിനെക്കുറിച്ചും അതുപോലെ യൂണിവേഴ്സിറ്റികൾ സംഘവൽക്കരണത്തെക്കുറിച്ചും അതിൽ RSSൻ്റെ ഇടപെടലുകളെക്കുറിച്ചും അദ്ദേഹം വളരെ ബോധമുള്ള കൃത്യമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ് പോലും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് കാണേണ്ടതാണ്. അവർ PMC നടപ്പാക്കാൻ വേണ്ടി വലിയ പരിശ്രമത്തിലാണ് എന്നുള്ളത് കാണാം. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സംഘടന കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നില്ല. ആ സംഘടനയിൽ വലിയ ഉടച്ചു വാർക്കലുകൾ ഉണ്ടാവണം. യഥാർത്ഥത്തിൽ നേരത്തെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രശാന്ത് കിഷോർ 3-4 തവണ സോണിയാഗാന്ധിയുമായിട്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് പ്രിയങ്ക ഗാന്ധിയുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും കോൺഗ്രസ്സിനെ റിജുവിനേറ്റ് ചെയ്യാനുള്ള ഒരു 10 കൊല്ലത്തേക്കുള്ള ഒരു പദ്ധതി വളരെ കൃത്യമായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അത് നടപ്പിലാക്കാതെ പോയി എന്നുള്ളത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. ഇത് ഈ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു നേതാക്കളെയൊക്കെ കൂടെ നിർത്തുന്നതിനോ അവരെ ഉപയോഗപ്പെടുത്തുന്നതിനോ ഒന്നും രാഹുൽ ഗാന്ധിക്കോ AICC നേതൃത്വത്തിനോ കഴിയുന്നില്ല. അതേസമയം CJP എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയൊക്കെ ഭയപ്പെട്ടിരുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെയൊക്കെ പ്രോഗ്രാമിനൊന്നും വലിയ കവറേജൊന്നും നാഷണൽ മീഡിയകളിലൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ നാഷണൽ മീഡിയകളിലൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും മറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള വലിയ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമവും കോൺഗ്രസ് നടത്തിയിട്ടില്ല. പകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, CJPയുടെ ഒക്കെ പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോൾ ആ CJPയുടെ പ്രൊട്ടസ്റ്റ് ഏറ്റവും ആദ്യം ഒരു നാഷണൽ മീഡിയ പോലും കൊടുക്കാതിരുന്നു. കേരളത്തിലെ മീഡിയകൾ മാത്രമാണ് കൊടുത്തത്. പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് പോലും അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ വലിയ തരംഗം സൃഷ്ടിക്കുകയും ഏറ്റവും ഒടുവിൽ ഈ പ്രശ്നം ജന്തർ മന്ദറിലെ പ്രതിഷേധവും പാർലമെൻറ്റ് മാർച്ചും ഒക്കെ തന്നെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന, ഗോദി മീഡിയയ്ക്ക് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരികയും, അത് നെഗറ്റീവോ പോസിറ്റീവ് ആയിക്കോട്ടെ, റിപ്പോർട്ട് ചെയ്യേണ്ടി വരികയും ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങും കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഉയർത്തെഴുന്നേൽപ്പുമൊക്കെ സംഭവിക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധി ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങേക്ക് തന്നെ കാണാം, അങ്ങ് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വലിയ പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ മുൻപിലേക്ക് വരികയും ഭാരത് ജോഡോ യാത്ര നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ വളരെ ഫലപ്രദമായിരുന്നു എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വലിയ റീച്ച് കൂടുകയും യഥാർത്ഥത്തിൽ BJPയേക്കാൾ വലിയ റീച്ചുള്ള ഒരു പാർട്ടിയായി, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സുള്ള പാർട്ടിയായി മാറുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് മറന്നു പോകരുത്. ഇതിങ്ങനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതാണ് ഒന്നാമത്തെ കാരണം.
അതിൽ യഥാർത്ഥത്തിൽ ശശി തരൂരിന് കൂടി ഒരു പങ്കുണ്ട് എന്നുള്ളത് വേണം നമ്മൾ കരുതാൻ. പക്ഷേ ശശി തരൂർ പറഞ്ഞ കാര്യം കൃത്യമാണ്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യത്തിൻ്റെ വസ്തുത മാത്രം എടുത്ത് പരിശോധിച്ചാൽ അത് പാർട്ടിക്കുള്ളിൽ പറയേണ്ടതാണ് എന്നുള്ളത് നമുക്ക് പറയാം, ഒരു തെറ്റുമില്ല. കാരണം പുറത്ത് വന്ന് പറയേണ്ടതല്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യം അദ്ദേഹം പുറത്ത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ പുറത്ത് പറഞ്ഞെങ്കിലും ആ കാര്യം വസ്തുതയുണ്ട്. കാരണം ജൻസികളെ അട്രാക്ട് ചെയ്യാനായിട്ട് CJPക്ക് കഴിഞ്ഞതുപോലെ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ആ കോൺഗ്രസ്സിന് കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കോൺഗ്രസിൻ്റെ വലിയ പാസ്റ്റ് ബാഗേജുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ അവരിത്തരത്തിലൊരു പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മളിവിടുത്തെ ഒരു ഗോദി മീഡിയയും അതുപോലെ തന്നെ പ്രോ സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുമൊക്കെ ഉയർത്താൻ പോകുന്ന ചോദ്യം, ഞങ്ങളുടെ കാലത്ത് 93 പേർ മരിച്ചെങ്കിൽ നിങ്ങളുടെ കാലത്ത് എത്ര പേർ മരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാലത്തും നിരവധി ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജുകൾ ഉണ്ടായിട്ടില്ല എന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം കൂടിയാണ്. അതുകൊണ്ട് പലപ്പോഴും അതിനെതിരെ മറുപടി പറഞ്ഞ് സമയം കളയേണ്ട വലിയ പ്രശ്നങ്ങളിലേക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ എത്തിച്ചേരും. ഇപ്പം ഞാനൊക്കെ കാറ്റ് എഴുതിയ സമയത്ത് പോലും അത്തരത്തിൽ കാറ്റ് പരീക്ഷ ലീക്കായിട്ടുണ്ട്. അതൊക്കെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നടന്നതാണ്, യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതുകൂടി തങ്ങൾക്കെതിരെ ഒരു ശക്തിയാകുമെന്നുള്ള ഭയം കോൺഗ്രസിനുണ്ട്. പക്ഷേ കോൺഗ്രസും അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും ഒക്കെ മനസ്സിലാക്കേണ്ടത്, അതൊക്കെ വരും എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളെ തങ്ങളുടെ ഈ പറയുന്ന പോലെ മുത്തശ്ശിയോ അല്ലെങ്കിൽ ഫാദറോ ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തെ പ്രശ്നങ്ങൾ വ്യക്തിപരമായി പോലും ആക്രമിക്കപ്പെടുമെന്നുണ്ടെങ്കിൽ പോലും വളരെ ധൈര്യത്തോടുകൂടി ഇപ്പം നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ താങ്കൾ ഏറ്റെടുക്കുകയും അതുമായി മുന്നോട്ട് വരികയും ചെയ്താൽ അതിന് വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം താങ്കൾ ഉയർത്തിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഈ പ്രതിഷേധം വിജയിക്കാനുള്ള കാരണം കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ വലിയ നീക്കങ്ങളാണ്. കാരണം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചും ഒക്കെ തന്നെ ഈ CJPയുടെ പ്രൊട്ടസ്റ്റ് വിജയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി തീർന്നു. യഥാർത്ഥത്തിൽ വളരെ കറക്റ്റായ ഒരു സമയത്താണ് അത്തരത്തിലുള്ള ഒരു മൂവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് വാസ്തവമാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പറയുന്ന ഇവിടെയുള്ള ജൻസിയൊക്കെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന വലിയൊരു നേതാവ് തന്നെയാണ് ശശി തരൂർ. അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി കുറച്ചുകൂടി കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും കൂടാതെ ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്ന് പറയരുതെന്നും ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യണമെന്നുമൊക്കെ അദ്ദേഹം നിർബന്ധിക്കുകയും കൂടി വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് ഒരു വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ റൺ ചെയ്യുന്നതിൽ കോൺഗ്രസിനുള്ള പരാജയവും കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യങ്ങളും കൂടാതെ ഈ പറയുന്ന പോയ കാലത്തെ ബാഗേജുകളും അതായത് അന്ന് ചെയ്തു കൂട്ടിയ പ്രശ്നങ്ങളുമൊക്കെ ഞങ്ങളെ ബാധിക്കുമോ, ഞങ്ങൾ അതിനൊക്കെ മറുപടി പറയേണ്ടി വരുമോ എന്ന് പറയുന്ന ചില ഒരു സങ്കോചവുമൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വലിയ പ്രകടനങ്ങളുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വന്നാൽ ഈ പറയുന്ന ഇപ്പോൾ പാർട്ടി പോലും ആകേണ്ട, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി പോലും ആകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമെന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കും. ഒന്ന്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്, ഈ കോക്രോച്ച് ജനതാ പാർട്ടി നിങ്ങൾ ആദ്യം സപ്പോർട്ട് ചെയ്യാതിരുന്നത് നന്നായി, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു സ്ട്രാറ്റജിക് തീരുമാനമാണെങ്കിൽ അത് നന്നായി. പക്ഷേ ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ അവരുടെ പുറകിൽ ആരെങ്കിലും ഉണ്ട്, ചിലപ്പോൾ RSS തന്നെയാണോ എന്ന് പറയുന്ന ആശങ്കകളും സംശയങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കൃത്യസമയങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറായി എന്നാണ് എൻ്റെ വിശ്വാസം ഈ കാര്യത്തിൽ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയും അതൊരു ഗംഭീര മൂവായി തീരുകയും ആ മാർച്ച് നടന്ന കാര്യം ആരോടും തന്നെ പറയാതിരിക്കുകയും VD സതീശനും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെയും DK ശിവകുമാറിനെ ഒക്കെ വിളിച്ചു വരുത്തി നമ്മുടെ മല്ലികാർജുൻ ഖാർഗെയുടെ ജന്മദിനമാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും എന്നാൽ ഇവരോടൊക്കെ പറഞ്ഞാൽ ഇത് ചോരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു മാർച്ച് തീരുമാനിക്കുകയും ചെയ്തത് ഗംഭീരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജൻസികളുടെ കൂടി ഒരു വിശ്വാസം നേടിയെടുക്കുന്നതിന് കുറേ കൂടി അഗ്രസീവായിട്ടുള്ള നീക്കങ്ങളും ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഏറ്റവും ആദ്യം ഏറ്റെടുക്കേണ്ടതുമൊക്കെ കോൺഗ്രസ് തന്നെയാണ്. അതിന് നിങ്ങൾ പോയ കാലത്തെക്കുറിച്ച് ഓർത്തൊന്നും അറിയേണ്ട, ആ വിഷയങ്ങളൊക്കെ വന്നോട്ടെ. പക്ഷെ അതിനെ നേരിടാൻ തക്ക ഒരു സിസ്റ്റം സോഷ്യൽ മീഡിയകളിലും കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന സംഘടനയും അന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞ പോലെ അതിനെ റിജ്യൂനേറ്റ് ചെയ്യുകയും ശക്തിപ്പെടുകയും ചെയ്യേണ്ടത് ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് മറന്നു പോകേണ്ട. ശശി തരൂർ താങ്കളിത് പുറത്തു വന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ അത്ര ശരിയായിട്ടുള്ള കാര്യമായി എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞത് വാസ്തവമാണെങ്കിൽ പോലും അത് പാർട്ടിക്കുള്ളിൽ കൂടി പറയേണ്ടതാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ.